ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസ് എക്സാമിലെ 4 ഷുവർ ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് ചോദിക്കാവുന്ന 4 ഷുവർ ക്വസ്റ്റ്യൻസ് ഓരോ പാഠത്തിൽ നിന്നും ഏതൊക്കെയാണ് 8 മാർക്കിന് ചോദിക്കാവുന്ന അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലേതെങ്കിലും 2 എണ്ണമാണ് നമുക്ക് നാളത്തെ ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഫസ്റ്റത്തെ 5 പാഠത്തിൽ നിന്ന് 8 മാർക്കിൻ്റെ കണ്ടന്റുള്ള ചോദ്യം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് 8 മാർക്കിന് ചോദിക്കാം. കോർഡിനേഷൻ്റെ സെക്ഷനാണ്. അതായത് എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേഷൻ എന്താണെന്നും കോർഡിനേഷൻ്റെ എന്താ പറയുക ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ എന്താണ് കോർഡിനേഷൻ? അതായത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 8 മാർക്കല്ലേ, അപ്പോൾ 4 ഫീച്ചേഴ്സും 4 ഇമ്പോർട്ടൻസും പഠിക്കാം. ഇവിടെ ഇതാ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. കോർഡിനേഷൻ ഈസ് ദ കോമൺ ത്രെഡ് ദാറ്റ് റൺ through all activities such as purchase, product, sale, finance, ensure continuity in the working organization. It considers is a separate function of management. It is the essence of management. It force that connect all other managerial functions. Each managerial function is an exercise contributing individually in contribution. അതായത് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ഫങ്ഷനിൽ നിന്നും ഒക്കെ നമുക്ക് കോർഡിനേഷൻ ആവശ്യമുണ്ട്. അതായത് എല്ലാ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഡിഫറെൻറ്റ് സെക്ഷനിലത്തെ ആക്ടിവിറ്റീസിനൊക്കെ സിങ്ക്രണൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് കോർഡിനേഷൻ നമ്മൾ വിളിക്കുന്നത്. കോർഡിനേഷൻ ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതിലൊക്കെ നമുക്ക് ആവശ്യമാണ്? കോർഡിനേഷൻ ആവശ്യമാണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഇൻ ദ മിക്സ്. അതായത് കോർഡിനേഷൻ ഒരു എസെൻസ് ആണ്. എസെൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല് എല്ലായിടത്തും എല്ലാ ഭാഗത്തും വേണം. ദെൻ കോർഡിനേഷൻ എന്തുകൊണ്ടാണ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ബ്രിങ് യൂണിറ്റി ഇൻ ആക്ഷൻ, ഇറ്റ് ഇൻറ്റഗ്രേറ്റ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, ഇറ്റ് ഇസ് കൺസിഡേഴ്സ് എസ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബിക്കോസ് ഓഫ് ഫോളോയിങ് ദ റീസൺ. എന്താണ് കാരണം? അപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതിൽ 4 പോയിന്റ് ചെയ്താൽ കോർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തായാലും എഴുതേണ്ടത് പ്ലാനിങ്ങിലും സ്റ്റാഫിങ്ങിലും ഡയറക്റ്റിങ്ങിലും കൺട്രോളിങ്ങിലും ഒക്കെ നമുക്ക് കോർഡിനേഷൻ ആവശ്യമാണ്. അതായത് എല്ലാ ഫങ്ഷനിലും കോർഡിനേഷൻ ആവശ്യമാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, എല്ലാ ലെവലിലും എല്ലാവർക്കും കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കോർഡിനേഷൻ ആവശ്യമാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ബാക്കി എല്ലാ ഫങ്ഷനും ചെയ്യണമെങ്കിൽ നമുക്ക് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഫങ്ഷൻ വേണം. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫങ്ഷനാണ്. ഫീച്ചേഴ്സ് നോക്കി നോക്കാം. ഫീച്ചേഴ്സ് എന്താണ്? ഇൻറ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്ട്. എന്താണ് അതിൻ്റെ മീനിങ്? ഗ്രൂപ്പ് എഫേർട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഓൺലി സിംഗിൾ ഇൻഡിവിജ്വൽ ആണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ അവിടെ കോർഡിനേഷൻ ആവശ്യമില്ല. പക്ഷേ കോമൺ ഫോക്കസും ഗ്രൂപ്പ് എഫേർട്ടും ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യമാണ്? കോർഡിനേഷന് ആവശ്യമാണ്. ദെൻ ഇറ്റ് എൻഷുർ യൂണിറ്റി ഓഫ് ആക്ഷൻ. എന്താ മീനിങ് എന്നറിയാം? യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് എഫേർട്ട്സ് അല്ലേ. ഓരോരുത്തരും പല എഫേർട്ട് ഇട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിൽ പല വർക്കുകളാണ് ചെയ്യുന്നത്. ബിക്കോസ് കോൺഫ്ലിക്റ്റിംഗ് എഫേർട്ട് മേ ഡാമേജ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ കോർഡിനേഷൻ ഇല്ല എങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് വരാനും ആ കോൺഫ്ലിക്റ്റ് നമ്മുടെ ഓർഗനൈസേഷന് ഡാമേജ് വരുത്താനും വളരെയധികം ചാൻസ് ഉള്ളത് കൊണ്ട് കോർഡിനേഷൻ യൂണിറ്റി ഓഫ് ആക്ഷൻ എൻഷുർ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വൺ ടൈം ഫങ്ഷൻ അല്ല. അത് നമുക്ക് ബിഗിൻ പ്ലാനിങ് മുതൽ ഇപ്പോൾ കൺട്രോളിങ് വരെ കൺട്രോളിങ് വരെ നമുക്കൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് പെർവാസീവ് ആണ്. പെർവാസീവ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഫങ്ഷനാണ്. എല്ലാ ലെവലിലും വേണം, എല്ലാ ഫങ്ഷനിലും വേണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വേണം, എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് കോർഡിനേഷൻ ആവശ്യമാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജേഴ്സ് അല്ലേ. വർക്കേഴ്സ് ജോലി ചെയ്യുള്ളൂ, അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ്? മാനേജേഴ്സാണ്. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഫങ്ഷൻ. ഡെലിബറേറ്റ് ഫങ്ഷൻ എന്ന് വെച്ചാൽ വില്ലിംഗ്ലി കോപ്പറേറ്റ് ആൻഡ് വർക്ക് ആൻഡ് കോർഡിനേറ്റ്. ഇറ്റ് ഡയറക്റ്റ് ദാറ്റ് വില്ലിംഗ് സ്പിരിറ്റ് അല്ലേ. ഇത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത്
ഒരാൾ ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ച് വാശി പിടിച്ചിരിക്കുന്നതല്ല. ഇത് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇൻറ്റഗ്രേറ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് എന്താ പറയുക, ഡെലിബറേറ്റ് ആണ്, മാനേജേഴ്സിൻ്റെ ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ്, ഇൻറ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്ട്. ഓക്കെ, അത്രയും ഫീച്ചേഴ്സ് പഠിക്കുക. ഇമ്പോർട്ടൻസ് ഗ്രോത്ത് ഉണ്ടാവും, ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ ഉണ്ടാവും, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ, നമുക്ക് മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ കിട്ടും. എൻകറേജ് ടീം സ്പിരിറ്റിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മിസ്സ് പറഞ്ഞ 5 അഡ്വാൻറ്റേജസും പഠിക്കണം, അതുപോലെ തന്നെ 5 ഫീച്ചേഴ്സ് പഠിക്കുക. എന്തുകൊണ്ടാണ് കോർഡിനേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതുള്ള 3 പോയിൻ്റ് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് 8 മാർക്കിൻ്റെത് കണ്ടൻറ്റായിട്ട് കോർഡിനേഷന് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് നമുക്കിതാണ് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ മേ ബി ചോദിക്കാം, ഷുവർ ഒന്നുമില്ല. നമ്മൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിളാണ്. ഇതാണ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞാൽ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ആക്ട് ആസ് എ ഗൈഡ് ലൈൻസ് ഫോർ മാനേജേഴ്സ് ടു പെർഫോം മാനേജറൽ ആക്ടിവിറ്റീസ്. മാനേജറൽ ആക്ടിവിറ്റീസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നാണ് ഹെൻറി ഫയോൾ 14 എണ്ണത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആ 14 പ്രിൻസിപ്പിൾ ഉണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെമ്യൂണറേഷൻ, സ്കോളർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി ഒക്കെയാണ്. അതിൽ ഓരോന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറഞ്ഞിട്ട് മീനിങ് എന്താ, യൂണിയൻ സ്ട്രെങ്ത് ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ടോട്ടൽ വർക്ക് ഇൻ ഓർഗനൈസേഷൻ ആർ ഡിവൈഡ് ഇൻ ടു സ്മോൾ ടാസ്ക് ആൻഡ് ഈച്ച് ടാസ്ക് അസൈൻ ടു ഈച്ച് ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു ദയർ എബിലിറ്റി, ദയർ ക്വാളിഫിക്കേഷൻ. ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ് ബിക്കം എക്സ്പേർട്ട് ആൻഡ് ടൈം കൺസ്യൂമിങ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലേ. ഒരു വർക്കിനെ ചെറിയ ചെറിയ ടാസ്ക് ആക്കി തിരിച്ച് അതിനെ ആ ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് വർക്ക് പറയുന്നത്. അതോറിറ്റി മീൻസ് ദാറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻ എടുക്കുന്ന ആളാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഫോർ അപ്ലിക്കേഷൻ, അതായത് ഇറ്റ് സബോർഡിനേറ്റ്സിൻ്റെ ജോലിയാണ്. അതോറിറ്റി മാനേജേഴ്സ് ചെയ്യുമ്പോൾ സബോർഡിനേറ്റ് എന്ത് ചെയ്യണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, അത് ചെയ്യാന്നുള്ളതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പാരിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് വേണമെന്നാണ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി പറയുന്നത്. അവർ തമ്മിലൊരു പാരിറ്റി വേണമെന്നാണ് അവർ പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ, അതായത് ഒബീഡിയൻസ് ആണ്. നമുക്കൊരു കമ്പനിയിൽ ചെന്നാൽ റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. അതായത് അപ്പോൾ അത് ഒബീഡിയൻ്റ് ആണ്. ഇറ്റ് മീൻസ് ഒബീഡിയൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അതോറിറ്റി. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് നോട്ട് ഓൺലി ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ് ബട്ട് ഓൾസോ ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ്. എന്ന് വെച്ചാൽ എന്താ, വർക്കേഴ്സ് മാത്രമല്ല ഒബീഡിയൻ്റ് ആയിട്ട് അനുസരണയോട് പണിയെടുക്കേണ്ടത്, മാനേജേഴ്സാണ്. എല്ലാ ലെവൽസും എല്ലാ ക്ലിയർ ഫെയർ എഗ്രിമെൻറ്റിലും ഇതൊക്കെ ആയിരിക്കണം. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എൻ ഇൻഡിവിജ്വൽ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് മേലെ ഒരു ഹെഡായിരിക്കണം അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ആയിരിക്കണം. അല്ലാതെ അയാളോട് ഒരാളൊന്ന് പറഞ്ഞു അപ്പോൾ അയാൾ വേറെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നിൽ കൂടുതലായി അവിടെ കൺഫ്യൂസ് വരാനും ലാഗ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് സ്പെസിഫൈ ചെയ്തിട്ട് ഏതിൽ നിന്നാണ് ആരിൽ നിന്നാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ പ്ലാനാണ്, സിംഗിൾ ഹെഡ് ആയിരിക്കണം, അവർക്ക് സെയിം ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് പിന്നെ ഇറ്റ് മീൻസ് ദ മസ്റ്റ് ബി എ സിംഗിൾ ഹെഡ്, സിംഗിൾ പ്ലാൻ ആൻഡ് ദ സെയിം ഒബ്ജക്റ്റീവ്സ്. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ഹാവ് ദ സെയിം ഒബ്ജക്റ്റീവ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സെയിം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആയിരിക്കണം. സെയിൽ ഇൻക്രീസ് ചെയ്യുക, പ്രോഫിറ്റ് കൂട്ടുക, അതിനു വേണ്ടി പലരും പലതും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ലക്ഷ്യം ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡും ഡയറക്ഷനും എന്താണെന്ന് ഡിഫറൻസ് മേ ബി വരാം കേട്ടോ. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഷുഡ് ടേക്ക് ദ പ്രയോറിറ്റി ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ
എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണ്. ഈച്ച് ഇൻഡിവിജ്വൽ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ ഹാസ് സം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലേ. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് നമ്മുടേതായ ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾ നേടാനാണ്. അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടണം, എനിക്ക് മാക്സിമം സാലറി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വെൽ ഓർഗനൈസേഷൻ വേണം, അതിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരാളും ആ കമ്പനി നല്ല നിലയിലെത്താൻ വേണ്ടി ഞാൻ പോയി ജോലി ചെയ്യാണെന്ന് നമ്മൾ ചിന്തിക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഒബ്ജക്റ്റീവ് ഉള്ള പോലെ ഓർഗനൈസേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും അതും നോട്ട് ഓൺ ദോസ് ഓഫ് ഇൻഡിവിജ്വൽ. ഇത് സപ്ലൈ ഓൾ ലെവൽസ് ഓഫ് എൻ്റെ, അതായത് ഇൻഡിവിജ്വലിൻ്റെ മാത്രമല്ല, കംപ്ലീറ്റ് ഓർഗനൈസേഷൻ ലെവലായിരിക്കണം. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എംപ്ലോയീൻ്റെ അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഫെയർ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ബോത്ത് എംപ്ലോയീസിനും പ്രിൻസിപ്പൽസിനൊക്കെ മാനേജേഴ്സിനൊക്കെ റെമ്യൂണറേഷൻ ഫെയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സഫീഷ്യൻറ്റ് ടു കീപ്പ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആൻഡ് പ്രൊഡക്റ്റീവ്. അത് സഫീഷ്യൻ്റ് ആയില്ല എങ്കിൽ അവർ പ്രൊഡക്റ്റീവ് ആവില്ല, അവർ മോട്ടിവേറ്റ് ചെയ്യാൻ നല്ലതല്ല. സോ അവരുടെ പേയിങ് കപ്പാസിറ്റി കമ്പനിയുടെ അനുസരിച്ച് ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജർ ടു എൻഷുർ ദാറ്റ് ദ എംപ്ലോയീസ് ആർ ബീയിങ് പെയ്ഡ് റെമ്യൂണറേഷൻ അക്കോർഡിംഗ് ടു ദയർ വർക്ക്. അതായത് അവരുടെ വർക്കിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ അതോറിറ്റി ഇൻ ഫ്യൂ ഹാൻഡ്സ് അറ്റ് ദ ടോപ്പ് ലെവൽ. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഡെലിഗേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് അതോറിറ്റി ദാറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ടോപ്പ് ലെവലിലുള്ള ആ ഒരു അതോറിറ്റി ബാക്കിയുള്ള എല്ലാവർക്കും എത്തിക്കുന്നതിനാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. ഇവിടെ പവർ ടു ടേക്ക് ഡിസിഷൻ ഗിവൺ ടു പെർഫോമിംഗ് ജോബ്. Decentralization. According to FIOL, organization must not be completely decentralized or decentralized. അതായത് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും സെയിം ആയിരിക്കണം, ഒപ്പം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സ്കോളാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് ചെയിൻ ഓഫ് അതോറിറ്റി. കമ്മ്യൂണിക്കേഷൻ്റെ ഫോമൽ ലൈൻ, അതായത് കമ്മ്യൂണിക്കേഷൻ എല്ലാം മൂവ് ചെയ്യുന്നത് ഈ ഫോമൽ ലൈനിലൂടെ ആയിരിക്കും. അവിടെ ഹയസ്റ്റ് റാങ്ക് മുതൽ ലോവസ്റ്റ് റാങ്ക് വരെ ഉണ്ടായിരിക്കും. ദ ചെയിൻ സ്പെസിഫൈ ദ റൂട്ട് ത്രൂ വിച്ച് ദ ഇൻഫോർമേഷൻ ഈസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓരോ ചെയിനിലൂടെയാണ് പോവുക. അപ്പോൾ ഏത് റൂട്ടിലേക്ക് പോകണം എന്നുള്ളത് ആ ചെയിനാണ്, ഫോമൽ ചെയിൻ, ഒരു ചങ്ങലയാണത്. ഇറ്റ് ഇൻസിസ്റ്റ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഓൾവേസ് ബി ത്രൂ ദിസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ. ചെയിൻ ഓഫ് കമാൻഡ് ഗീവ്സ് ക്ലാരിറ്റി, അതോറിറ്റി, റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് വല്ല ഡിലേയും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് സ്കോളാർ ചെയിൻ പ്രകാരം ഡിക്ക് ജിയോടൊരു കാരണം പറയണമെന്നുണ്ടെങ്കിൽ ഡി സിയോട് പറയണം, ബിയോട് പറയണം, എയോട് പറയണം, അങ്ങനെ നമുക്ക് എത്തണം. പക്ഷേ ഇഫ് എനി എമർജൻസി ഒക്കേഴ്സ് അല്ലേ, എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അത്രയും ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ജിയോട് കാര്യം പറയും. അതിനെ ഗ്യാങ് പ്ലാങ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിപ്പോൾ നമുക്ക് ഗ്യാങ് പ്ലാങ് എന്താണെന്ന് ചോദിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എ ആണ് ഹെഡ്, 2 ലൈൻ ഓഫ് കമാൻഡ് ഉണ്ട്, BCDE അതുപോലെ LMNOP. അപ്പോൾ ഈ ചെയിൻ പ്രകാരം ഇക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഓയോടാണ്. അപ്പോൾ എവിടെയൊക്കെ മൂവ് ചെയ്താലാണ് ഓയിലേക്ക് എത്തുക, ഡിയിലേക്ക് എത്തണം, ഇക്ക് എത്തണം, ഇങ്ങനെ പോയിട്ട് എത്തണം. അതിന് പകരം ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്കിതാ ഇങ്ങനെ മൂവ് ചെയ്യാം. അതിനെ ഗ്യാങ് പ്ലാങ് എന്നാണ് പറയുന്നത്. ഇത് ടൈം കൺസ്യൂമിങ് ആണ്, മേ ബി മെസ്സേജ് ഡിസോർട്ട് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്യാങ് പ്ലാങ് എന്ന് വിളിക്കുക. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഹാവ് എ ഫിക്സഡ് പ്ലേസ് ഫോർ എവറിത്തിങ്, പീപ്പിൾ ഓർ തിങ്സ്, എനിത്തിങ്, എന്തോ ആയിക്കോട്ടെ. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ എല്ലാ മെറ്റീരിയൽസിനും അവരുടേതായ ഓൺ സ്പേസ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് നോ ടൈം ആൻഡ് എനർജി ഈസ് വേസ്റ്റഡ് ഇൻ സെർച്ച് ഓഫ് എനി മെറ്റീരിയൽ ഓർ പേഴ്സൺ. അതായത് നമ്മൾ എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണിത്. അല്ലെങ്കിൽ നമ്മൾ കാണാത്ത സാധനം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ എൻഷുർ സ്മൂത്ത് ആൻഡ് സിസ്റ്റമാറ്റിക് വർക്കിംഗ് ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. എല്ലാത്തിനും ഓരോ പ്ലേസ് അല്ലെങ്കിൽ സ്പേസ് ഉണ്ടായിരിക്കാം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഷുഡ് ബി അറ്റ് വെരി ഇക്വിറ്റബിൾ എന്ന് വെച്ചാൽ ഇക്വിറ്റി എന്ന് വെച്ചാൽ കൈൻഡ്, ഫെയർ, ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസിനെ എല്ലാവരും ഈക്വലായിട്ട് തന്നെ മാനേജേഴ്സ് കാണണം. അല്ല ബേസ്ഡ് ഓൺ വിത്ത് എംപ്ലോയീസ് അവർ ഡിസ്സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പാർഷ്യാലിറ്റി പാടില്ല എന്നാണ് പറയുന്നത്.
ദെൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൺസ് ദ എംപ്ലോയീസ് ഇസ് സെലക്റ്റഡ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദ പോസ്റ്റ് മിനിമം ഫിക്സഡ് ടെന്യൂർ അല്ലേ. ഇപ്പോൾ ഒരാൾ നമ്മൾ നിയമിച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് 2 കൊല്ലത്തിന് 3 കൊല്ലത്തിന് അയാൾ അതിൽ തന്നെ നിർത്തണം. മന്ത്ലി മാറ്റിക്കൊണ്ടിരുന്ന അയാൾക്കും ദേഷ്യം വരും, പ്രോസസ്സിങ്ങും എല്ലാം സ്റ്റോപ്പാവും. സോ ഇറ്റ് ഗിവൺ റീസണബിൾ ടൈം ടു ഷോ ദ റിസൾട്ട്. അതായത് ഒരാൾ ജോലിക്ക് ചേർത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു ടൈം അവർക്ക് കൊടുക്കണം. അതാണ് സ്റ്റെബിലിറ്റി. ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ മസ്റ്റ് ഗിവ് വൺ ഇൻ ഓപ്പർച്യൂണിറ്റി ടേക്ക് സം ഇനീഷ്യേറ്റീവ് ഇൻ മേക്കിംഗ് എക്സിക്യൂട്ടീവ് പ്ലാൻ. ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെ ഇനീഷ്യേറ്റീവ് ഇത് നടത്താം എന്നുള്ളൊരു ഫ്രീഡം ആർക്ക് കൊടുക്കണം? എംപ്ലോയീസിന് കൊടുക്കണം. ഇറ്റ് ഗിവ്സ് ഫ്രീഡം ടു എംപ്ലോയീസ് ടു സജസ്റ്റ് ന്യൂ ഐഡിയാസ്, എക്സ്പീരിയൻസ് ആൻഡ് എനി ന്യൂ മെത്തേഡ്സ്. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് ന്യൂ മെത്തേഡ്സ് ഒക്കെ പറയാൻ പറ്റണം. ദെൻ എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിളിൻ്റെ മീനിങ് യൂണിയൻ സ്ട്രെങ്ത് ആണ്. മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി എന്നുള്ളത്. അതായത് ഐ എന്നുള്ളതിന് പകരം വി എന്ന് പറയണം. ഞാൻ എന്നുള്ളതിന് യൂണിയനാണ്, ടീം സ്പിരിറ്റ് ആണ് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിലെ 14 പ്രിൻസിപ്പിൾ. ഷുവറായിട്ട് പഠിക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദെൻ അടുത്ത 8 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. നെക്സ്റ്റ് ആണ് 4ാമത്തെ ചാപ്റ്ററിലെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്. 8 മാർക്കിന് ചോദിക്കാം. 7-8 സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇറ്റ് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ. അപ്പോൾ 8 മാർക്കിന് ചോദിച്ചാൽ പ്ലാനിങ് എന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് എഴുതി വെക്കേണ്ടത് നല്ലതാണ്. ഓക്കെ. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. എൻഡ് റിസൾട്ടാണ്. മാനേജേഴ്സ് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അതാണ് മെയിനായിട്ട് ഒബ്ജക്റ്റീവ്. അത് ഒബ്ജക്റ്റീവ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നല്ല ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും മാനേജേഴ്സ് പറഞ്ഞിട്ടുണ്ടാവണം. ഇതിലേക്കാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നത് അല്ലേ. അതിനുശേഷം പ്രിമിസസ് സെറ്റ് ചെയ്യുക. പ്രിമിസസ് എന്ന് വെച്ചാൽ എസംഷൻസ്, അതായത് ഇറ്റ് ഈസ് വിത്ത് ദ ഫ്യൂച്ചർ എസംഷൻ അല്ലേ. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് കുറേ പ്ലാൻ ചെയ്ത് എസംഷൻ നടത്തി വയ്ക്കും അല്ലേ, ഊഹങ്ങൾ. ആ എസംഷൻസിനാണ് നമ്മൾ പ്ലാനിങ് പ്രിമിസസ് നമ്മൾ വിളിക്കുന്നത്. അതിനുശേഷം ഐഡൻറ്റിഫൈ ചെയ്തു എന്തൊക്കെ നമുക്ക് വഴികളുണ്ട്. ദ വാരിയസ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഇൻക്രീസിങ് പ്രോഫിറ്റ് ആണ്. പല വഴിയുണ്ട് പ്രോഫിറ്റ് കൂട്ടാൻ. സെല്ലിംഗ് പ്രൈസ് കൂട്ടാം, ടെക്നോളജി കൂട്ടാം, എഫിഷ്യൻസി കൂട്ടാം. അപ്പോൾ ഇതിലേത് വഴി വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. ആ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്തു ഇതിലേതാണ് എനിക്ക് ബെറ്റർ. അതായത് ഇവാലുവേറ്റ് ദ മെറിറ്റ് and demerit of each and every alternative that is already we decided. നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ച ആൾട്ടർനേറ്റീവ്സിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഇവാലുവേറ്റ് ചെയ്തിട്ട് സെലക്ടിങ് ദ ബെസ്റ്റ് വൺ അല്ലേ. നമ്മൾ സെലക്ടിങ് ദ ഓൾട്ടർനേറ്റീവ് ഇതിൽ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇസ് സെലക്റ്റഡ്. ദിസ് ഇസ് ദ റിയൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടേക്ക് എത്തുമ്പോഴാണ് പ്ലാനിങ്ങിൽ എത്തുന്നുള്ളൂ. ദെൻ ഇംപ്ലിമെൻറ്റിങ് ദ പ്ലാൻ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു ഇന്നത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ സെലക്റ്റഡ് ബെസ്റ്റ് വണ്ണിനെ പുട്ട് ഇൻ ടു ആക്ഷൻ. അതായത് നമ്മൾ വിചാരിക്കുകയാണ് ടെക്നോളജി ഇൻക്രീസ് ചെയ്യാം, അപ്പോൾ അത് ആക്ഷൻ ആക്കണം. അതായത് ടെക്നോളജി ഇൻക്രീസ് ചെയ്യാനുള്ള ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം, ചെയ്തിടണം. ദെൻ ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ചെയ്തിട്ട് ഒരു നമ്മൾ ഉണ്ടാക്കിയ ആ പ്ലാനിങ് 1-2 കൊല്ലം ഫോളോ ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങുള്ളൂ. സോ ഡ്യൂറിങ് എ ഫോളോ അപ്പ് മെനി അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു ദ പ്ലാൻ അല്ലേ. പല അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, പ്ലാനിങ് പ്രിമിസസ് സെറ്റ് ചെയ്തു, ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നോക്കി, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്, സെലക്ടിങ് ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിക്കാത്ത പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത 8 മാർക്ക് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ 6 മാർക്കിലേക്കെങ്കിലും പോവാം, 5 മാർക്കിലേക്കും പോകാൻ ചാൻസ് ഉള്ളത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറാണ്. 2 തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നമുക്കുള്ളത്, ഫങ്ഷണലും ഡിവിഷനും. ഫങ്ഷണൽ എന്ന് വെച്ചാൽ സിമിലർ നേച്ചറിലുള്ള ജോലികൾ ഫങ്ഷൻസിനെ ഗ്രൂപ്പ് ഇൻ ടുഗദർ. അതിൽ മേജർ ഫങ്ഷൻസ് ഒക്കെ മേജർ ഡിപ്പാർട്ട്മെൻ്റ് ആക്കും. അതായത് ഇറ്റ് ക്ലാസിഫൈ ദ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻ ദേ പെർഫോം. ഒരാൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്നിട്ട് അവരെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആക്കുക. ഇപ്പോൾ പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ഫങ്ഷണൽ സ്ട്രക്ചറാക്കി മാറ്റും. ഓക്കെ, അതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുക. അതിൽ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുക. അതിൽ ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് സ്പെഷ്യലൈസ് ചെയ്യണം, ഈസി സൂപ്പർവിഷനാണ്, മാനേജറിൽ എഫിഷ്യൻസി കൂടും, എഫക്റ്റീവ് ട്രെയിനിങ് ആണ്, ലോവർ കോസ്റ്റ് ആണ്. ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നോക്കണമെന്നില്ല, കാരണം അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൂടും. ഡിവിഷണൽ സ്ട്രക്ചറിലേക്ക് പോകാം. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത് പ്രകാരമാണ് ആ ഡയഗ്രാം നമുക്ക് ആവശ്യമാണ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ
ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ക്ലിയർ ആയിട്ട് ചെയ്ത് കോസ്മെറ്റിക്സും ഉണ്ട് ടെക്സ്റ്റൈൽസും ഉണ്ട്, അപ്പോൾ 2 പ്രൊഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫങ്ഷണൽ സ്ട്രക്ചറിനെ 2 സെക്ഷനിലേക്ക് മാറ്റും. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3 കണ്ടോ, അതിൽ പിന്നെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിവിഷണൽ സ്ട്രക്ചറിൽ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പലതരം ഡിവിഷനിലാക്കി മാറ്റും. ഇപ്പോൾ കണ്ടില്ലേ, കോസ്മെറ്റിക്സ്, മെഡിസിൻ, ഗാർമെൻറ്റ്, ഫുട്വെയർ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ, പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷനാണ് അവരിവിടെ, കോർഡിനേഷൻ ഈസി ആയിരിക്കും, പിന്നെ ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സുഖമായിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഇനീഷ്യേറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും മെറിറ്റ് പഠിക്കുക, ആ ഡയഗ്രാം വരയ്ക്കുക, ഒപ്പം ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക. അതായത് ഇവിടെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ്, ഡിവിഷനിൽ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടാണ്. അക്കൗണ്ടബിലിറ്റി ഡിഫിക്കൽട്ടായിരിക്കും, ഇവിടെ ഈസി ആയിട്ട് വെക്കാം. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷണൽ സ്പെഷ്യലൈസേഷൻ ഇവിടെ പ്രൊഡക്റ്റാണ് വരിക. ഇവിടെ മൾട്ടി പ്രൊഡക്റ്റുള്ള കമ്പനികൾക്ക് നമുക്ക് എന്ത് പറ്റില്ല, നമുക്ക് ഫങ്ഷണൽ പറ്റില്ല, ഡിവിഷനിലാണ് ഈസി ആവുക. കോസ്റ്റ് എക്കണോമിക്കായി തോന്നുന്ന ഫസ്റ്റ് തന്നെയാണ്, കോസ്റ്റ്ലി ആയി തോന്നുന്ന ഡിവിഷനിലാണ്. കാരണം ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷൻസും വേണമല്ലോ, അപ്പോൾ അത് കോസ്റ്റ്ലി ആണ്. ഡെവലപ്മെൻറ്റ് മോർ ചാൻസ് നമ്മളെ ഫങ്ഷണലിലല്ല, ഡിവിഷനിലാണ്. ഓട്ടോണമി ഉണ്ടാവുക നമുക്ക് കൂടുതലും എവിടെയാണ്, ഡിവിഷണൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഉൾപ്പെടെ പഠിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇതുൾപ്പെടെ പഠിച്ചാലാണ് 2 കൂടിയിട്ട് 8 മാർക്കിൻ്റെ കണ്ടൻറ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് 4 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ദാറ്റ് ഓൺ 8 മാർക്ക് എസ് സി ക്വസ്റ്റ്യൻസ്, അതായത് 8 മാർക്കിന് ഓണപരീക്ഷയ്ക്ക് ചാൻസുള്ള 4 ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൽ 8 മാർക്കിന് 4 ക്വസ്റ്റ്യൻസിൽ ഇതിൽ 2 ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി 2 നമുക്ക് ഇതിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, 4 പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ എവരി വൺ, ഹെൽപ്ഫുൾ ആയി എങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.